കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ, അത് പറയാൻ മറന്നു. ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കുക്കാവട്ടെ. കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, കുറച്ച് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി, അതുകൊണ്ട് ഇങ്ങനെ ഓറഞ്ച് കളറിലിരിക്കുന്നു. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചത്. വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ ഒരുവിധം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വയ്ക്കാം. സോസ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഈ സവാള പകുതി വെന്ത് കഴിയുമ്പോൾ ഒരു അര തക്കാളിയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. സെയിമായിരിക്കും. ഇത് പിന്നെ മടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെപ്പോലെയുള്ള മടിയന്മാർക്കും മടിച്ചുകൾക്കും വേണ്ടിയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തിടും? മുട്ട ഇടും. അതോടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് മുട്ട വരഞ്ഞിട്ടാലും മതി, ഇതാവുമ്പോൾ ശരിക്കും അങ്ങോട്ട് പിടിച്ചോളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കിയപ്പം മടിയൊക്കെ മാറ്റി വെച്ച് ഇന്നലെ രാത്രി അരിയൊക്കെ കുതിർത്തി വലിയ കാര്യമായിട്ട് മാവ് കരച്ചു. പൊങ്ങിയൊക്കെ വന്നു, പക്ഷേ വലിയ ടേസ്റ്റൊന്നുമില്ല. സാധാരണ അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. നെക്സ്റ്റ് ടൈം അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, മാവൊക്കെ പൊങ്ങി വന്നു, ഹോൾസൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു കുഴപ്പം, എന്തോ പ്രശ്നമുണ്ട്. ഇനി അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഹാപ്പി ഫുഡിങ്. അപ്പം ഉണ്ട്, മുട്ട റോസ്റ്റ് ഉണ്ട്, പിന്നെ രാവിലെ കൊച്ചിന് കൊടുത്തിട്ട് ഇന്ന് ബാക്കിയുള്ള കുറച്ച് ബ്രെഡിൻ്റെ സൈഡുണ്ട്. എല്ലാം കൂടി തട്ടാൻ പോകുന്നു. ബൈ.